അത് വഖഫ് ബില്ല് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായി ഒരു മതവിഭാഗത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി അവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്യുന്നില്ല. അതിനെ കോൺഗ്രസ് ശക്തിയായി എതിർക്കും. ഒരു സംശയ കാര്യത്തിലില്ല. എന്തിനാണ് നിങ്ങൾ മുനമ്പം വിഷയവും ദേശീയ തലത്തിലുള്ള വഖഫ് ബില്ലും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത്? മുനമ്പം വിഷയത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി കോൺഗ്രസിന്റെ നിലപാട്. അത് വഖഫ് ഭൂമിയല്ല, ദാനം കൊടുത്ത ഭൂമിയാണ്. അതിന്റെ പണം അവർ തിരിച്ചു മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഖഫ് ബോർഡ് കൂടി ഇടപെട്ട്, സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം. മുനമ്പം വിഷയം ഇവിടെ തീർക്കാൻ പറ്റും. ഇത് അങ്ങ് വളർന്നോട്ടെ, ഇതങ്ങ് ഡിലേ ചെയ്ത് പോയി രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകട്ടെ. അതിൽ നിന്ന് വല്ല ലാഭം കിട്ടുമെന്ന് നോക്കിയിരിക്കുക. ഒരാൾക്ക് ലാഭം കിട്ടാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ മതേതര കേരളമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തെളിയിക്കും. ഞങ്ങൾ ഇതിന്റെ അകത്ത് ഉറച്ച നിലപാടാണ്. നാളെ ചർച്ച് ബില്ല് വന്നാലും ഇതേ നിലപാടാ. സംഘപരിവാറിന്റെ അജണ്ട രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ, രണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയല്ലേ ഞങ്ങൾ. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇപ്പൊ ഈ പാവപ്പെട്ട ആളുകളാണ് അവിടെ, ലത്തീൻ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അവിടെ സമരത്തിലും മറ്റും നോക്കിയിരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന പലരും 140 ദിവസം അവർ വിഴിഞ്ഞത്ത് സമരം നടന്നപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാണ്. ഞങ്ങളുണ്ടായിരുന്നു 1-ാമത്തെ ദിവസം മുതൽ 140-ാമത്തെ ദിവസം വരെ വിഴിഞ്ഞത്ത് സമരം നടക്കുമ്പോൾ.